കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു തിമിംഗല സ്രാവിനെ കണ്ടില്ലേ? കൊല്ലം മാറി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്ത് ഇന്നും തിമിംഗല സ്രാവുകൾ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങി. വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവുകളാണ് വലയിൽപ്പെട്ടത്. സ്രാവുകൾ നിരന്തരം വലയിൽ കുടുങ്ങുമ്പോൾ ദുരിതത്തിലാകുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അരുൺ സോളമൻ പറയും അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന്. 2 ദിവസമായി തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത് 6 തിമിംഗല സ്രാവുകളാണ്. ഇന്ന് പള്ളിത്തുറ സ്വദേശി സുനിലിന്റെ വലയിൽ മാത്രം 4 തിമിംഗല സ്രാവുകളാണ് അകപ്പെട്ടത്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് കൊച്ചുവേളി സ്വദേശി ബൈജുവിന്റെ വലയിൽ 2 തിമിംഗല സ്രാവുകൾ കുടുങ്ങിയത്. വല വലിച്ചു കയറ്റുമ്പോഴാണ് വലയ്ക്കുള്ളിലെ സ്രാവുകളെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം 2000 കിലോയോളം വരുമെന്നാണ് കരുതുന്നത്. വല മുറിച്ച് കൂറ്റൻ തിമിംഗല സ്രാവിനെ കടലിലേക്ക് ഒഴുക്കിവിടാൻ ശ്രമിച്ചെങ്കിലും തിരയിൽപ്പെട്ട് തീരത്തടിയുകയായിരുന്നു. ഒടുവിൽ ബേഡ്സ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് സ്രാവിനെ കടലിലേക്ക് വിട്ടത്. തിമിംഗല സ്രാവുകൾ വലയിൽ കുടുങ്ങിയപ്പോൾ നഷ്ടമുണ്ടായതും മത്സ്യത്തൊഴിലാളികൾക്കാണ്. വല മുറിച്ച് തിമിംഗല സ്രാവുകളെ രക്ഷപ്പെടുത്തിയ ബൈജുവിനും സുനിലിനും 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉൾക്കടലിൽ ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.